MSC എൽസ 3 കപ്പൽ അപകടം വലിയ പാരിസ്ഥിതികാഘാതമുണ്ടാക്കിയെന്ന് കണ്ടെത്തൽ. കപ്പലിൽ നിന്നുള്ള രാസവസ്തുക്കൾ കടലിലെ ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷകരമായെന്ന് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ പഠന റിപ്പോർട്ടിൽ പറയുന്നു. നിക്കൽ, ലെഡ്, കോപ്പർ, വനേഡിയം തുടങ്ങിയ രാസവസ്തുക്കൾ ജലത്തിൽ കലർന്നിട്ടുണ്ടെന്നും ഇത് മത്സ്യങ്ങളിലൂടെ മനുഷ്യരിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്നും പഠനത്തിൽ കണ്ടെത്തി. കഴിഞ്ഞ മെയ് 24-നാണ് ലൈബീരിയൻ ചരക്ക് കപ്പൽ MSC എൽസ 3 കൊച്ചി പുറംകടലിൽ തീപിടിക്കുന്നത്. കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്നും പുറത്തേക്കൊഴുകിയ ഇന്ധനവും മറ്റ് രാസവസ്തുക്കളും വലിയ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കിയതാണ് പഠന റിപ്പോർട്ട്. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സ് ആൻഡ് ഇക്കോളജി ഡിപ്പാർട്ട്മെന്റാണ് പഠനം നടത്തിയത്. നിക്കൽ, ലെഡ്, കോപ്പർ, വനേഡിയം തുടങ്ങിയ രാസവസ്തുക്കൾ ജലത്തിൽ കലർന്നിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. ഈ മാലിന്യങ്ങൾ മത്സ്യങ്ങളിലൂടെ മനുഷ്യരിലേക്ക് എത്താനും സാധ്യതയുണ്ട്. അപകടമുണ്ടായതിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള സൂക്ഷ്മജീവികളും ലാർവകളും നശിച്ചു. ജലത്തിന്റെ ഗുണനിലവാരത്തെയും അപകടം സാരമായി ബാധിച്ചിട്ടുണ്ട്. അപകടമുണ്ടായി 3 മാസമാകുമ്പോഴും 2 ചതുരശ്ര മൈൽ ചുറ്റളവിൽ വ്യാപിച്ചു കിടക്കുന്ന എണ്ണപ്പാളി ഇതുവരെയും നീക്കം ചെയ്തിട്ടില്ല. ഉടനടി അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലിഡിയ ജേക്കബ്, മീഡിയ 1, കൊച്ചി.